നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് പെർമിബിലിറ്റി എന്നുള്ള ചാപ്റ്ററിൽ എന്താണ് സീപ്പേജ് വെലോസിറ്റി എന്നാണ്. ഓക്കെ, നമ്മൾ നേരത്തെ ആദ്യം പഠിച്ച ഒരു ഇക്വേഷനിൽ വി ഈസ് ഈക്വൽ ടു വി എന്ന് പറയുന്നത് വെലോസിറ്റി എന്ന് പറയുന്നത് ഈക്വൽ ടു ക്യൂ ഡിവൈഡഡ് ബൈ എ എന്നുള്ള മീനിങ്ങിലാണ് എടുത്തത്. അതായത് നമ്മൾ ഇവിടുത്തെ ഡിസ്ചാർജ് വെലോസിറ്റി എന്ന് പറയുന്നത് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ എടുക്കുന്ന ക്രോസ് സെക്ഷൻ ഏരിയ ഏതാണോ ആ ടോട്ടൽ ക്രോസ് സെക്ഷനിലും കൂടിയും ആ വാട്ടർ ഫ്ലോ ചെയ്യുന്നുണ്ട് എന്നാണ് അതിൻ്റെ മീനിങ് വരുന്നത്. എന്നാൽ ആക്ച്വൽ കേസിൽ അങ്ങനെയാണോ? അല്ല. ഇറ്റ് ഈസ് എ ഫിക്ഷ്യസ് വെലോസിറ്റി. നമ്മൾ ഈ കണ്ടുപിടിക്കുന്ന ഡിസ്ചാർജ് വെലോസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു ഫിക്ഷ്യസ് ആണ്. അത് നമ്മൾ ശരിക്കും അങ്ങനെയാണോ? അല്ല. അവിടെ ആ വെലോസിറ്റി കണ്ടുപിടിക്കുന്ന ഇക്വേഷനാണ് വി ഈസ് ഈക്വൽ ടു ക്യൂ ഡിവൈഡഡ് ബൈ എ. ഈ എ എന്ന് പറയുന്നത് ടോട്ടൽ ക്രോസ് സെക്ഷൻ ഏരിയയാണ്. ഈ ടോട്ടൽ ഏരിയ എന്ത് ചെയ്യും, അതിനകത്തേക്ക് വരും. ഈ ടോട്ടൽ ഏരിയയാണ് അതിൽ എടുക്കുന്നത്. എന്നാൽ നമുക്ക് ഇതിനിടയിൽ എന്തുണ്ട്, സോളിഡ് പാർട്ടിക്കിൾസ് ഉണ്ട്. ഈ സോളിഡ് പാർട്ടിക്കിൾസിന് ഇടയിലുള്ള വോയിഡ്സിൽ കൂടി മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ, ഫ്ലോ നടക്കത്തുള്ളൂ. സോ ദ ആക്ച്വൽ വെലോസിറ്റി ത്രൂ ദ വോയിഡ് ഈസ് മച്ച് ഗ്രേറ്റർ ദാൻ ഡിസ്ചാർജ് വെലോസിറ്റി. ഓക്കെ, അതായത് നമ്മൾ പറഞ്ഞു വി എന്ന് പറഞ്ഞാൽ പ്രൊപ്പോർഷണൽ ടു 1/a. ദാറ്റ് ഈസ് ഇൻവേഴ്സ്ലി പ്രപ്പോർഷൻ ആണ്. ഏരിയ കൂടിക്കഴിഞ്ഞാൽ വെലോസിറ്റി കുറയും. സോ ഏരിയ ഇവിടെ എന്താണ്, ആക്ച്വൽ ഏരിയ എന്ന് പറയുന്നത് ആക്ച്വൽ എന്ന് പറയുന്നത് ടോട്ടൽ ഏരിയക്കാളും കുറവാണ്. സോ നമ്മുടെ വെലോസിറ്റി എന്ന് പറയുന്നത് ആക്ച്വൽ വെലോസിറ്റി എന്ന് പറയുന്നത് എന്ത് ചെയ്യും, നമ്മുടെ ഡിസ്ചാർജ് വെലോസിറ്റിയേക്കാളും കൂടുതലായിരിക്കും. സോ ദിസ് ആക്ച്വൽ വെലോസിറ്റി നമ്മൾ വിളിക്കുന്ന പേരാണ് സീപ്പേജ് വെലോസിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ആക്ച്വൽ വെലോസിറ്റി ഓൺ എ മാക്രോസ്കോപ്പിക് സ്കെയിൽ ഈസ് നോൺ ആസ് സീപ്പേജ് വെലോസിറ്റി. ഇവിടെ നിങ്ങൾക്ക് ഫിഗർ കാണുമ്പോൾ മനസ്സിലാവും. നമ്മൾ കണ്ടുപിടിക്കുന്ന ഡിസ്ചാർജ് വെലോസിറ്റി എന്ന് പറയുന്നത് ഫ്ലോ എന്ന് പറഞ്ഞാൽ ടോട്ടൽ ഏരിയയിൽ കൂടി നടക്കുന്നു എന്നാണ് പറയുന്നത്. ബട്ട് ആക്ച്വൽ കേസിൽ സോളിഡ്സ് ഉണ്ട്. ഈ സോളിഡ്സിന് ഇടയിലുള്ള വോയിഡ് സ്പേസസിലൂടെ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ, നമ്മുടെ ഫ്ലോ നടക്കത്തുള്ളൂ. സോ ഇറ്റ് ഈസ് കോൾഡ് സീപ്പേജ് വെലോസിറ്റി. ഓക്കെ, അപ്പോൾ ആക്ച്വൽ വെലോസിറ്റിയെ നമ്മൾ വിളിക്കുന്ന പേരാണെന്ന് പറയുന്നത് സീപ്പേജ് വെലോസിറ്റി. സോ ഇവിടെ നിങ്ങൾ ഒരു കണ്ടീഷൻ അറിഞ്ഞിരിക്കണം. ദാറ്റ് ഈസ് സീപ്പേജ് വെലോസിറ്റി എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ സീപ്പേജ് വെലോസിറ്റി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഓൾവേസ് ഗ്രേറ്റർ ദാൻ നമ്മുടെ ഡിസ്ചാർജ് വെലോസിറ്റി. ഓക്കെ, സീപ്പേജ് വെലോസിറ്റി എന്ന് പറയുന്നത് ഡിസ്ചാർജ് വെലോസിറ്റിയേക്കാളും കൂടുതലായിരിക്കും. അപ്പോൾ നമുക്ക് ഡിസ്ചാർജ് വെലോസിറ്റി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനൊക്കെ നമുക്കറിയാം. വി ഈസ് ഈക്വൽ ടു ഐ ഇൻറ്റു കെ ആണ്, അല്ലെങ്കിൽ കെ ഐ ആണ്. നമുക്ക് ഈ ഇക്വേഷൻ ആണ്, അല്ലെങ്കിൽ വി ഈസ് ഈക്വൽ ടു ക്യൂ ഡിവൈഡഡ് ബൈ ടോട്ടൽ ഏരിയ. ഇതറിയാം അല്ലേ. നമുക്കിനി എന്ത് ചെയ്യണം, സീപ്പേജ് വെലോസിറ്റി കണ്ടുപിടിക്കണം. അപ്പോൾ നമ്മുടെ ഇവിടെ അക്കോർഡിംഗ് ടു കണ്ടിന്യൂറ്റി ഇക്വേഷൻ നമുക്ക് എഴുതാം. എന്താണ്, കണ്ടിന്യൂറ്റി ഇക്വേഷൻ പ്രകാരം നമ്മുടെ ഇപ്പോൾ ഏത് വെലോസിറ്റി വി ഇൻറ്റു എ ഡിസ്ചാർജ് എന്ന് പറയുന്നത് എന്താണ്, സെയിം ആണ്. ഇതിനകത്തോട് ഏതിൽ കൂടി വി ഈസ് ഈക്വൽ ടു ക്യൂ ബൈ എ അല്ലേ. വി ഈസ് ഈക്വൽ ടു ക്യൂ ബൈ എ ആണ്. ഇതിൽ നിന്ന് ക്യൂ എന്ന് പറയുന്നത് എന്താണ്, വി ഇൻറ്റു എ ആണ്. സോ നമ്മൾ ഈ കണ്ടീഷൻ എടുത്താലും നമ്മുടെ ഡിസ്ചാർജ് എന്ന് പറയുന്നത് സെയിം ആണ് അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, അക്കോർഡിംഗ് ടു കണ്ടിന്യൂറ്റി ഇക്വേഷൻ വി ഇൻറ്റു എ, അതായത് നമ്മുടെ ഡിസ്ചാർജ് വെലോസിറ്റി ഇൻറ്റു ടോട്ടൽ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഈസ് ഈക്വൽ ടു എന്താണ്, വി എസ് ഇൻറ്റു എ വി എന്ന് എഴുതാവും. അത് വി എസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സീപ്പേജ് വെലോസിറ്റി, എ വി എന്ന് പറഞ്ഞാൽ ഏരിയ ഓഫ് വോയിഡ്സ്. ഓക്കെ, ഏരിയ ഓഫ് ഫ്ലോ ത്രൂ വോയിഡ്സ്, അതിനെയാണ് നമ്മൾ എ വി എന്ന് ഡിനോട്ട് ചെയ്യുന്നത്. ഓക്കെ, ഈ ഒരു ഇക്വേഷൻ അറിഞ്ഞിരിക്കുക. വി എ ഇസ് ഈക്വൽ ടു വി എസ് ഇൻറ്റു എ വി എന്നുള്ള ഈ ഇക്വേഷൻ അറിഞ്ഞിരിക്കുക. ഇനി ഒരു ഇക്വേഷൻ അറിയേണ്ടത് വി എസ് ഇസ് ഈക്വൽ ടു വി ഡിവൈഡഡ് ബൈ എൻ. ഈ ഇക്വേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. ഡിസ്ചാർജ് വെലോസിറ്റി ഡിവൈഡഡ് ബൈ എൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ പോറോസിറ്റി. എൻ ഇസ് ഈക്വൽ ടു ഏരിയ ഓഫ് വോയിഡ്സ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ഏരിയ. ഓക്കെ, ഇത് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, പോറോസിറ്റി കിട്ടും. പോറോസിറ്റി ഡിസ്ചാർജ് വെലോസിറ്റിയിൽ നിന്ന് പോറോസിറ്റി ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടുത്തെ സീപ്പേജ് വെലോസിറ്റി കിട്ടും. ഓക്കെ, ഇനി നമുക്ക് വിയുടെ വാല്യൂ നമുക്കറിയാം അല്ലേ. എന്താണ്, വി എസ് ഇസ് ഈക്വൽ വി എന്ന് പറഞ്ഞാൽ കെ ഇൻറ്റു ഐ ആണ് ഡിവൈഡഡ് ബൈ എൻ. ഇതിൽ നമ്മൾ കെ ബൈ എന്നിനെ ഞാൻ കെ പി എന്ന് ഡിനോട്ട് ചെയ്യുന്നു. അതായത് കോഎഫിഷ്യൻ്റ് ഓഫ് പെർക്കുലേഷൻ. എന്താണ്, കോഎഫിഷ്യൻ്റ് ഓഫ് പെർക്കുലേഷൻ. ഓക്കെ, അതായത് നമുക്കിവിടെ എന്ത് കിട്ടും, വി എസ് ഇസ് ഈക്വൽ ടു കെ പി ഇൻറ്റു ഐ എന്ന് കിട്ടും. കോഎഫിഷ്യൻ്റ് ഓഫ് പെർക്കുലേഷൻ ഇൻറ്റു ഐ. അപ്പോൾ കെ പി എന്ന് പറയുന്നത് ഓൾവേസ് ഗ്രേറ്റർ ദാൻ കെ ആയിരിക്കും. ഇതുകൂടെ അറിഞ്ഞിരിക്കാം. അപ്പോൾ എന്തൊക്കെ അറിയണം, നമ്മുടെ ഇവിടെ സീപ്പേജ് വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ഡിസ്ചാർജ് വെലോസിറ്റിയേക്കാളും കൂടുതലാണ്. ഡിസ്ചാർജ് വെലോസിറ്റി നമ്മുടെ ഡിസ്ചാർജ് രണ്ട് കേസ് എടുത്താലും സെയിം ആണ്. സോ അക്കോർഡിംഗ് ടു കണ്ടിന്യൂറ്റി ഇക്വേഷൻ വി ഇൻറ്റു, അതായത് ഡിസ്ചാർജ് വെലോസിറ്റി ഇൻറ്റു ടോട്ടൽ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഈസ് ഈക്വൽ ടു സീപ്പേജ് വെലോസിറ്റി ഇൻറ്റു ഏരിയ ഓഫ് ഫ്ലോ ത്രൂ വോയിഡ്സ്. ഇനി നമുക്ക് അറിയേണ്ട ഒരു ഇക്വേഷൻ എന്താ, ഇതിൽ നമുക്ക് ഒന്ന് റീ അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ വി എസ് ഇസ് ഈക്വൽ ടു, ഇതിൽ നിന്ന് വി എസ് ഇസ് ഈക്വൽ ടു എന്ന് നമുക്ക് എടുത്തെഴുതാലോ. അവിടെ നിന്ന് വി എസ് ഇസ് ഈക്വൽ ടു എന്ത് വരും, വി എസ് ഇസ് ഈക്വൽ ടു വി ഇൻറ്റു എ ഡിവൈഡഡ് ബൈ എ വി എന്ന് വരും. ആക്ച്വലി
എ വി ഡിവൈഡഡ് ബൈ എ എന്ന് പറയുന്നതാണ് നമ്മുടെ പോറോസിറ്റി എന്ന് പറയുന്നത്. വോളിയം ഓഫ് വോയിഡ്സ് ഡിവൈഡ് ബൈ ടോട്ടൽ വോളിയം എന്ന് പറയത്തില്ല. അതിന് പകരം നമ്മൾ ലെങ്ത് അവിടെ മൾട്ടിപ്ലൈ ചെയ്തിട്ടില്ല. മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഏരിയ ഓഫ് വോയിഡ്സ് ഡിവൈഡ് ബൈ ഏരിയ ഓഫ് ടോട്ടൽ ഏരിയ എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? പോറോസിറ്റി തന്നെയാണ്. സോ വി എസ് ഇസ് ഈക്വൽ ടു വി ഡിവൈഡഡ് ബൈ എൻ എന്ന് എഴുതി. എൻ എന്ന് എന്താണ്? പോറോസിറ്റി. വിയുടെ വാല്യൂ നമുക്കറിയാം കെ ഐ ആണ്. സോ വി എസ് ഇസ് ടു കെ ഐ ബൈ എൻ എന്ന് എഴുതാം. ഇതിൽ കെ ബൈ എൻ എന്ന് പറയുന്ന അനദർ കോൺസ്റ്റന്റ് ആണ്, ദാറ്റ് ഈസ് കെ പി, അതായത് കോയിഫിഷ്യൻ്റ് ഓഫ് പെർക്കുലേഷൻ. അപ്പോൾ വി എസ് ഇസ് ഈക്വൽ ടു കെ പി ഇൻറ്റു ഐ എന്ന് എഴുതാം. ഇനി നമ്മുടെ കെ പി എന്ന് പറഞ്ഞാൽ ഈക്വൽ ടു കെ ഡിവൈഡഡ് ബൈ എൻ അല്ലേ. സോ പോറോസിറ്റി വാല്യൂ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഓൾവേസ് ലെസ് ദാൻ 1 ആണ്. സോ നമുക്ക് ഈ ഒരു കെ പിയുടെ വാല്യൂ എന്ന് പറയുന്നത് കെയേക്കാളും കൂടുതലായിരിക്കും കിട്ടുന്നത്. ഓക്കെ, കെ പി ഗ്രേറ്റർ ദാൻ കെ ആയിരിക്കും. ഓക്കെ അല്ലേ? ദാൻ അപ്പോൾ നമുക്കിവിടെ അതുമായി ഈ ഒരു ഇക്വേഷൻ റിലേറ്റ് ചെയ്ത് നമുക്കൊരു ക്വസ്റ്റ്യൻ നോക്കാം. എ സോയിൽ ഹാസ് എ ഡിസ്ചാർജ് വെലോസിറ്റി ഓഫ് 5 × 10⁻⁷ മീറ്റർ/സെക്കൻഡ്. അതായത് വി തന്നിട്ടുണ്ട്. എത്രയാണ്? 5 × 10⁻⁷ മീറ്റർ/സെക്കൻഡ് ആണ് തന്നിട്ടുണ്ട്. ഓക്കെ, ആൻഡ് എ വോയിഡ് റേഷ്യോ 0.5, അതായത് ഇയുടെ വാല്യൂ ആണ് തന്നിരിക്കുന്നത്. എത്ര? 0.5. ഇറ്റ്സ് സി പി ജി വെലോസിറ്റി വിൽ ബി. അപ്പോൾ സി പി ജി വെലോസിറ്റി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമ്മളിപ്പോൾ പഠിച്ചു, വി ഡിവൈഡഡ് ബൈ എൻ ആണ് അല്ലേ. എന്നിന് നമുക്ക് എന്നും ഇയും തമ്മിലുള്ള റിലേഷൻ എന്താണ്? എൻ ഈസ് ഈക്വൽ ടു ഇ ഡിവൈഡഡ് ബൈ 1 + ഇ ആണല്ലോ. അതിനെ ഞാൻ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പോൾ വി ഡിവൈഡഡ് ബൈ ഇ ഡിവൈഡഡ് ബൈ 1 + ഇ എന്ന് വരും. സോ വി എന്ന് പറയുന്നത് എത്രയാണ്? 5 × 10⁻⁷ മീറ്റർ/സെക്കൻഡ് ഡിവൈഡഡ് ബൈ ഇ എന്ന് പറഞ്ഞാൽ 0.5 ഡിവൈഡഡ് ബൈ 1 + 0.5. ഓക്കെ, അപ്പോൾ ഇത് ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ കിട്ടുന്നത് 15 × 10⁻⁷ മീറ്റർ/സെക്കൻഡ് എന്ന് ആൻസർ കിട്ടും, സി പി ജി വെലോസിറ്റി. ഓക്കെ, ഇങ്ങനെയുള്ള സിമ്പിൾ പ്രോബ്ലംസ് ആയിരിക്കും ഇതിൽ നിന്ന് നമുക്ക് ചോദിക്കുന്നത്. ഇനി അടുത്ത് നോക്കാനുള്ളത് ജനറൽ എക്സ്പ്രഷൻ ഫോർ കോയിഫിഷ്യൻ്റ് ഓഫ് പെർമിയബിലിറ്റി ഓഫ് സോയിൽ. സോയിലിൽ കൂടി കോയിഫിഷ്യൻ്റ് ഒരു വാട്ടർ ഫ്ലോ ചെയ്യുമ്പോൾ അതിൻ്റെ കോയിഫിഷ്യൻ്റ് ഓഫ് പെർമിയബിലിറ്റി കണ്ടുപിടിക്കുന്ന ജനറൽ എക്സ്പ്രഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് കെ ഈക്വൽ ടു സി ഇൻറ്റു γW ഡിവൈഡഡ് ബൈ മ്യൂ ഇ ക്യൂബ് ഡിവൈഡഡ് ബൈ 1 + ഇ ഇൻറ്റു ഡി സ്ക്വയർ. ഇതാണ് നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, നമ്മുടെ ഈ ഡി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ആക്ച്വലി D10, ദാറ്റ് ഈസ് എഫക്റ്റീവ് സൈസ്. എന്താണ്? എഫക്റ്റീവ് സൈസ് ഓഫ് പാർട്ടിക്കിൾ, സോളിഡ് പാർട്ടിക്കിൾ. അതായത് ഏത് സോയിലിൽ കൂടിയാണോ ഈ വാട്ടർ പെർക്കുലേറ്റ് ചെയ്യുന്നത് ആ സോയിലിൻ്റെ എഫക്റ്റീവ് സൈസാണ് ചോദിച്ചേക്കുന്നത്. ഓക്കെ, ഇനി സി എന്ന് പറഞ്ഞാൽ ഷേപ്പ് ഫാക്ടറാണ്. എന്താണ്? ഷേപ്പ് ഫാക്ടറാണ് സി എന്ന് പറയുന്നത്. ഇനി γW നിങ്ങൾക്കറിയാം യൂണിറ്റ് വെയിറ്റ് ഓഫ് വാട്ടർ, മ്യൂ എന്ന് പറയുന്നത് വിസ്കോസിറ്റി ഓഫ് വാട്ടർ. ഓക്കെ, ഇവിടെ നമുക്ക് γW എന്ന് എഴുതാം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ഏത് ഫ്ലൂയിഡാണോ ആ ഒരു സോയിലിൽ കൂടി പാസ് ചെയ്യുന്നത് അതിൻ്റെ യൂണിറ്റ് വെയിറ്റ് ഡിവൈഡ് ബൈ അതിൻ്റെ വിസ്കോസിറ്റി എന്ന് എഴുതാം. ഇ എന്ന് പറഞ്ഞാൽ എന്താണ്? വോയിഡ് റേഷ്യോ ആണ്. കെ എന്ന് പറയുന്നത് നമ്മുടെ എന്താണ്? കോയിഫിഷ്യൻ്റ് ഓഫ് പെർമിയബിലിറ്റി. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് വെച്ചിട്ട് പ്രോബ്ലംസും ചോദിക്കാം, അല്ലെങ്കിൽ ഇതിൽ നിന്ന് തിയറി പാർട്ടുകളും ചോദിക്കാം. തിയറി എങ്ങനെയാണ് വരുന്നതെന്ന് ചോദിച്ചാൽ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് കോയിഫിഷ്യൻ്റ് ഓഫ് പെർമിയബിലിറ്റി, അതിൽ നിന്നാണ് നമുക്ക് തിയറി ക്വസ്റ്റ്യൻസ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ സി എന്ന് പറഞ്ഞാൽ ഷേപ്പ് ഫാക്ടറാണ്. സി ഇൻറ്റു γW ഡിവൈഡഡ് ബൈ മ്യൂ ഇൻറ്റു ഇ ക്യൂബ് ഡിവൈഡ് ബൈ 1 + ഇ ഇൻറ്റു ഡി സ്ക്വയർ. ഡി എന്ന് പറഞ്ഞാൽ ഡയമീറ്റർ ഓഫ് സ്ഫെറിക്കൽ അല്ലെങ്കിൽ എഫക്റ്റീവ് സൈസ് എന്ന് പറയാം. D10 ഈക്വലൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് പെർമിയബിലിറ്റി ഓഫ് സോയിൽസ് എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ പാർട്ടിക്കിൾ സൈസ്. അതായത് നമ്മുടെ ഇക്വേഷൻ എന്തായിരുന്നു? കെ ഈസ് ഈക്വൽ ടു സി ഇൻറ്റു γW ഡിവൈഡഡ് ബൈ മ്യൂ ഇൻറ്റു ഇ ക്യൂബ് ഡിവൈഡഡ് ബൈ 1 + ഇ ഇൻറ്റു ഡി സ്ക്വയർ എന്നാണ്. സോ പാർട്ടിക്കിൾ സൈസിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ടേം അതാണ് ഇവിടുത്തെ ഡി സ്ക്വയർ ആണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ബാക്കിയെല്ലാം കോൺസ്റ്റൻ്റ് ആണെങ്കിൽ നമുക്ക് എഴുതിക്കൂടെ? കെ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് പ്രൊപ്പോർഷണൽ ടു ഡി സ്ക്വയർ എന്ന് എഴുതാമല്ലോ. സോ നമുക്കിവിടെ നിന്ന് എന്ത് കിട്ടി? ദ പെർമിയബിലിറ്റി എന്ന് പറയുന്നത് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ സ്ക്വയർ ഓഫ് ദ ഡയമീറ്റർ ഓഫ് അല്ലെങ്കിൽ എഫക്റ്റീവ് സൈസ് ഓഫ് ദ പാർട്ടിക്കിൾ അല്ലേ. അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ കോഴ്സ് ഗ്രെയിൻ്റെ പാർട്ടിക്കിൾസിൻ്റെ ഡയമീറ്റർ കൂടുതലായിരിക്കും അല്ലേ വെൻ കമ്പയർഡ് ടു ഫൈൻ ഗ്രെയിൻഡ് സോയിൽസ്. സോ നമുക്ക് എന്ത് പറയാം? ദ പെർമിയബിലിറ്റി ഓഫ് കോഴ്സ് ഗ്രെയിൻഡ് സോയിൽ എന്ന് പറയുന്നത് ഈസ് വെരി ലാർജ് ആസ് കമ്പയർഡ് ടു ദാറ്റ് ഓഫ് ഫൈൻ ഗ്രെയിൻഡ് സോയിൽസ്. കാരണം കെ പ്രൊപ്പോർഷണൽ ടു ഡി സ്ക്വയർ ആണ്. കെ പ്രൊപ്പോർഷണൽ ടു ഡി സ്ക്വയർ ആകുമ്പോൾ ഡി എന്ന് പറയുന്നത് കോഴ്സ് ഗ്രെയിൻഡ് സോയിലിന് കൂടുതലായിരിക്കും, ഫൈൻ ഗ്രെയിൻഡ് സോയിലിന് കുറവായിരിക്കും. സോ കോഴ്സ് ഗ്രെയിൻഡ് സോയിലിന് ഡി കൂടുതലാണെങ്കിൽ അവിടെ കോയിഫിഷ്യൻ്റ് പെർമിയബിലിറ്റിയും കൂടുതലായിരിക്കും. ഓക്കെ, അപ്പോൾ പാർട്ടിക്കിൾ സൈസും കോയിഫിഷ്യൻ്റ് പെർമിയബിലിറ്റിയും എങ്ങനെയാണ് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നതെന്ന് കറക്റ്റായിട്ട് അറിഞ്ഞിരിക്കുക. ദാറ്റ് ഈസ് കെ എന്ന് പറയുന്നത് പ്രൊപ്പോർഷണൽ ടു ഡി സ്ക്വയർ. ഇതാണ് അവിടുത്തെ റിലേഷൻ വരുന്നത്. ഇനി അടുത്ത് വരുന്നത് സ്ട്രക്ചർ ഓഫ് സോയിൽ മാസ്. സോയിൽ മാസിൻ്റെ സ്ട്രക്ചർ നമ്മൾ നേരത്തെ പഠിച്ച ഇക്വേഷനിൽ ഒരു കോയിഫിഷ്യൻ്റ് പറഞ്ഞു. ഏതാണ്? സി എന്ന് പറഞ്ഞ ഒരു കോയിഫിഷ്യൻ്റ്. അതായത് നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് ഏതായിരുന്നു?
K equal to C into gamma W divided by mu into E cube divided by 1 plus E the whole into D square ആണല്ലോ. ഇതിൽ സി എന്നുള്ള ഈ ഒരു ടേം, ഈ കോഎഫിഷ്യൻ്റ് ആണ് ഷേപ്പ് ഓഫ് ഫ്ലോ പാസേജിനെ അക്കൗണ്ട് ചെയ്ത് പറയുന്നത്. അതിന് നമ്മൾ ഷേപ്പ് ഫാക്ടർ എന്നാണ് പറയുന്നത് ആണല്ലോ. അപ്പോൾ ദ കോഎഫിഷ്യൻ്റ് സി ടേക്സ് ഇൻ ടു അക്കൗണ്ട് ദ ഷേപ്പ് ഓഫ് ഫ്ലോ പാസേജ്. ദ സൈസ് ഓഫ് ഫ്ലോ പാസേജ് ഡിപ്പെൻഡ്സ് അപ്പോൺ സ്ട്രക്ചറൽ അറേഞ്ച്മെൻറ്റ്. അപ്പോൾ ആ ഒരു ഫ്ലോ പാസേജിൻ്റെ സൈസ് എന്തിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും? അവിടുത്തെ സ്ട്രക്ചറൽ അറേഞ്ച്മെൻറ്റിനെ, അതായത് ആ സോയിൽ ഗ്രെയിൻസ് ഒക്കെ എങ്ങനെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് അതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും സൈസ് ഓഫ് ഫ്ലോ പാസേജ് എന്ന് പറയുന്നത്. ഇനി ഫോർ ദ സെയിം വോയിഡ് റേഷ്യോ ദ പെർമിബിലിറ്റി ഈസ് മോർ ഇൻ ദ കേസ് ഓഫ് ഫ്ലോക്കുലേറ്റഡ് സ്ട്രക്ചർ. ഓക്കെ, നമ്മൾ പഠിച്ചിട്ടുണ്ട് ഫ്ലോക്കുലേറ്റഡ് സ്ട്രക്ചറും ഉണ്ട്, ഡിസ്പേഴ്സ്ഡ് സ്ട്രക്ചറും ഉണ്ട്. ഫ്ലോക്കുലേറ്റഡ് സ്ട്രക്ചറിലാണ് പെർമിബിലിറ്റി കൂടുതൽ വെൻ കമ്പയർഡ് ടു ഡിസ്പേഴ്സ്ഡ് സ്ട്രക്ചർ. Stratified soil deposits have greater permeability parallel to plane of stratification than that perpendicular to this plane. അതായത് ഞാനിപ്പോൾ ഒരു സ്ട്രാറ്റിഫൈഡ് സോയിൽ മാസ് എടുക്കുന്നത് ഇങ്ങനെയാണ് ഓരോ സ്ട്രാറ്റ ആയിട്ടിരിക്കുകയാണ്. ഇതിൽ ഈ പ്ലെയിൻ ഓഫ് സ്ട്രാറ്റിഫിക്കേഷന് പാരലായിട്ടാണ് വാട്ടർ ഫ്ലോ ചെയ്യുന്നതെങ്കിൽ അതിന് ഗ്രേറ്റർ പെർമിബിലിറ്റി ആയിരിക്കും. ഇനി പെർപെൻഡിക്കുലർ ടു ദിസ് പ്ലെയിൻ ആണ് എന്തെന്ന് വാട്ടർ ഫ്ലോ ചെയ്യുന്നുണ്ടെങ്കിൽ ഇവിടെ പെർമിബിലിറ്റി എന്ന് പറയുന്നത് കുറവായിരിക്കും. ഓക്കെ, അപ്പോൾ സ്ട്രാറ്റിഫൈഡ് സോയിൽ ഡെപ്പോസിറ്റ്സ് ഹാവ് ഗ്രേറ്റർ പെർമിബിലിറ്റി പാരലൽ ടു പ്ലെയിൻ ഓഫ് സ്ട്രാറ്റിഫിക്കേഷൻ ദാൻ ദാറ്റ് പെർപെൻഡിക്കുലർ ടു ദാറ്റ് പ്ലെയിൻ. ഓക്കെ, ദെൻ പെർമിബിലിറ്റി ആൾസോ ഡിപ്പെൻഡ്സ് ഓൺ എന്തിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്യും? പെർമിബിലിറ്റി, ശ്രിങ്കേജ്, ക്രാക്ക്, അതിലെന്തെങ്കിലും ശ്രിങ്കേജ് ചെയ്തിട്ട് ക്രാക്ക് ഫോം ചെയ്തിട്ടുണ്ടോ, ജോയിൻസ് ഉണ്ടോ, ഫിഷേഴ്സ്, ഷിയർ സോൺസ്, ഇതിനെല്ലാം ഡിപ്പെൻഡ് ചെയ്തിരിക്കും നമ്മുടെ പെർമിബിലിറ്റി എന്ന് പറയുന്നത്. ഇനി ലോയസ്റ്റ് deposits have greater permeability in the vertical direction that in the horizontal. അപ്പോൾ ലോയ്സ് എന്തൊക്കെയാണ് നമ്മൾ ഫസ്റ്റ് ചാപ്റ്റർ ജിയോടെക്കിൻ്റെ ഫസ്റ്റ് ചാപ്റ്റർ പഠിക്കുന്നതാണ്. സോ അതിൽ ലോയ്സ് ആണ് നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യുന്നതെങ്കിൽ എന്ത് ചെയ്യും? അവിടെ ഗ്രേറ്റർ പെർമിബിലിറ്റി ആണ് ഇൻ ദ വെർട്ടിക്കൽ ഡയറക്ഷൻ. വെർട്ടിക്കൽ ഡയറക്ഷനിൽ ഗ്രേറ്റർ പെർമിബിലിറ്റിയും ഹൊറിസോണ്ടൽ ഡയറക്ഷനിൽ കുറച്ച് പെർമിബിലിറ്റി ഉണ്ടാവത്തുള്ളൂ. ഓക്കെ, ഇനി അടുത്ത വരുന്ന ഫാക്ടർ എന്ന് പറയുന്നത് ഷേപ്പ് ഓഫ് പാർട്ടിക്കൽ. പെർമിബിലിറ്റി അഫക്റ്റ് ചെയ്യുന്ന അടുത്ത ഇതാണ് ഷേപ്പ് ഓഫ് പാർട്ടിക്കൽ. നമുക്ക് ആംഗുലർ ഷേപ്പും ഉണ്ട്, അല്ലാന്നുണ്ടെങ്കിൽ റൗണ്ടഡ് ഷേപ്പ് പാർട്ടിക്കിൾസ് ഒക്കെ നമുക്ക് സോയിലിൽ വരാറുണ്ട് അല്ലേ. അപ്പോൾ ആംഗുലർ പാർട്ടിക്കിൾസിനാണ് കൂടുതൽ സ്പെസിഫിക് സർഫസ് ഏരിയ ഉള്ളത്. കൂടുതൽ സ്പെസിഫിക് സർഫസ് ഏരിയ ഇതിനാണ് ആംഗുലർ പാർട്ടിക്കിൾസ് ആണ് വെൻ കമ്പയർഡ് വിത്ത് റൗണ്ടഡ് പാർട്ടിക്കിൾസ്. ഓക്കെ, for the same void ratio the soils with angular particles are less permeable. അപ്പോൾ ആംഗുലർ പാർട്ടിക്കിൾസ് എന്താ പെർമിബിലിറ്റി കുറവും, റൗണ്ടഡ് പാർട്ടിക്കിൾസിന് പെർമിബിലിറ്റി കൂടുതലായിരിക്കും. അപ്പോൾ നമുക്ക് പറയാം എന്താണ് പെർമിബിലിറ്റി എന്ന് പറയുന്നത് ഈസ് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ടു സ്പെസിഫിക് സർഫസ് എന്ന് പറഞ്ഞൂടെ. സ്പെസിഫിക് സർഫസ്. ഓക്കെ, പെർമിബിലിറ്റി എന്ന് പറയുന്നത് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ടു സ്പെസിഫിക് സർഫസ് കൂടുതലാണെങ്കിൽ എന്ത് ചെയ്യും? അതിൻ്റെ പെർമിബിലിറ്റി എന്ന് പറയുന്നത് കുറവായിരിക്കും. അപ്പോൾ ഇവിടെ സ്പെസിഫിക് സർഫസ് കൂടുതൽ ഏതിനാണ്? ആംഗുലർ പാർട്ടിക്കിൾസിനാണ്. അപ്പോൾ അതിൻ്റെ പെർമിബിലിറ്റി കുറവാണ് വെൻ കമ്പയർഡ് ടു റൗണ്ടഡ് പാർട്ടിക്കിൾസ്. ഇൻ നാച്ചുറൽ ഡെപ്പോസിറ്റ് ദ വോയിഡ് റേഷ്യോ ഫോർ എ സോയിൽ വിത്ത് ആംഗുലർ പാർട്ടിക്കിൾസ് മേ ബി ഗ്രേറ്റ്. ഓക്കെ, അപ്പോൾ നാച്ചുറൽ സോയിൽ ഡെപ്പോസിറ്റുകളൊക്കെ എടുക്കുവാണെങ്കിൽ എന്താണ് ആംഗുലർ പാർട്ടിക്കിൾസിന് വോയിഡ് റേഷ്യോ എന്ന് പറഞ്ഞാൽ ഫോർ എ സോയിൽ വിത്ത് ആംഗുലർ പാർട്ടിക്കിൾസ് എന്ന് പറയുന്നത് ഗ്രേറ്റർ ആയിരിക്കും വെൻ കമ്പയർഡ് ടു റൗണ്ടർ പാർട്ടിക്കിൾസ്. ആൻഡ് ദ സോയിൽ വിത്ത് ആംഗുലർ പാർട്ടിക്കിൾസ് മേ ബി ആക്ച്വലി മോർ പെർമിയബിൾ. അപ്പം നാച്ചുറൽ സോയിൽ ഡെപ്പോസിറ്റിൻ്റെ കേസ് എടുക്കുമ്പോൾ അവിടെ വോയിഡ് റേഷ്യോ ആണ് മെയിൻ ആയിട്ടുള്ള ഒരു ഫാക്ടർ എന്ന് പറഞ്ഞത്. ഈ വോയിഡ് റേഷ്യോ എന്ന് പറയുന്നത് എൻ്റെ ആംഗുലർ പാർട്ടിക്കിൾസിന് കൂടുതലാണ്. വോയിഡ് റേഷ്യോയും കെയും തമ്മിലുള്ള റിലേഷൻ എന്താണ്? അത് നമ്മുടെ ഇക്വേഷൻ നമ്മൾ എഴുതുമ്പോൾ നമുക്ക് മനസ്സിലാവും. കെ എന്ന് പറയുന്നത് ഈക്വൽ ടു സി ഇൻറ്റു ഗാമ ഡബ്ല്യു ഡിവൈഡഡ് ബൈ മ്യൂ ഇൻറ്റു ഇ ക്യൂബ് ഡിവൈഡഡ് ബൈ 1 പ്ലസ് ഇ ദ ഹോൾ ഇൻറ്റു ഡി സ്ക്വയർ ആണ്. സോ കെ എന്ന് പറയുന്നത് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു ഇ ക്യൂബ് ഡിവൈഡഡ് ബൈ 1 പ്ലസ് ഇ ആണ്. സോ നമ്മുടെ നാച്ചുറൽ സോയിൽ ഡെപ്പോസിറ്റ്സിൽ വോയിഡ് റേഷ്യോ ആണ് മെയിൻ റോൾ വഹിക്കുന്നത്. അവിടെ ആംഗുലർ പാർട്ടിക്കിൾസിന് വോയിഡ് റേഷ്യോ കൂടുതലായിരിക്കും. അപ്പോൾ വോയിഡ് റേഷ്യോ കൂടുതലാണെങ്കിൽ അവിടെ പെർമിബിലിറ്റി എന്ന് പറയുന്നതായിരിക്കും കൂടുതലായിരിക്കും വെൻ കമ്പയർഡ് ടു റൗണ്ടഡ് പാർട്ടിക്കിൾസ്. അടുത്ത വോയിഡ് റേഷ്യോ ഞാനിപ്പോൾ പറഞ്ഞ അതേ റിലേഷൻ തന്നെയാണ് വരുന്നത്. ദാറ്റ് ഈസ് കെ എന്ന് പറയുന്നത് proportional to e cube divided by 1 plus e. For a given soil, greater the void ratio, higher is the value of the coefficient of permeability. ഓക്കെ, ഇനി നമുക്ക് കെയുടെ വാല്യൂ കണ്ടുപിടിക്കാം. അതായത് ഇപ്പം വോയിഡ് റേഷ്യോ ഇയുടെ വാല്യൂ 0.85 ആയിരിക്കുമ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കെയുടെ വാല്യൂ അറിയാമെന്ന് വയ്ക്കുക. അതാണ് കെ 0.85 എന്ന് ഞാൻ ഡിനോട്ട് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ എനിക്ക് വേറെ ഏതെങ്കിലും വോയിഡ് റേഷ്യോയിലോട്ട് അത് മാറി, അങ്ങനെയാണെങ്കിൽ എനിക്കത് കണ്ടുപിടിക്കാം. അത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് കെ എന്ന് പറഞ്ഞാൽ ഈക്വൽ ടു 1.4 ഇൻറ്റു കെ 0.85 ഇൻറ്റു ഇ സ്ക്വയർ.
ഓക്കെ, അതായത് K 0.85 എന്ന് എന്താണ് വോയിഡ് റേഷ്യോ 0.85 ആയിരിക്കുമ്പോൾ ഉള്ള പെർമിയബിലിറ്റിയുടെ വാല്യൂ ആണ് K 0.85. ഇനി E എന്ന് പറഞ്ഞാൽ നമുക്ക് ഏത് വോയിഡ് റേഷ്യോയിലുള്ള പെർമിയബിലിറ്റി ആണോ കണ്ടുപിടിക്കേണ്ടത് അതാണ് E എന്ന് പറയുന്നത്. K എന്ന് പറഞ്ഞാലോ ഇക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പെർമിയബിലിറ്റി വാല്യൂ. ഓക്കെ, ഇനി അടുത്ത് വരുന്നത് പ്രോപ്പർട്ടീസ് ഓഫ് വാട്ടർ. പ്രോപ്പർട്ടീസ് ഓഫ് വാട്ടറിൽ നമ്മൾ പഠിക്കുകയെന്ന് പറഞ്ഞാൽ K എന്ന് പറയുന്നത് നമ്മുടെ ആക്ച്വൽ ഇക്വേഷൻ തന്നെ K എന്ന് പറയുന്നത് C ഇൻറ്റു ഗാമ ഡബ്ല്യു ഡിവൈഡഡ് ബൈ മ്യൂ ഇൻറ്റു ഇ ക്യൂബ് ഡിവൈഡഡ് ബൈ 1+E ദ ഹോൾ ഇൻറ്റു ഡി സ്ക്വയർ എന്നായിരുന്നു. അപ്പോൾ ഇവിടെ വാട്ടറിൻ്റെ പ്രോപ്പർട്ടീസുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നത് ഗാമ ഡബ്ല്യു മ്യൂ ആണല്ലോ. സോ നമുക്ക് എന്ത് എഴുതാം, ഇവിടെ നിന്ന് നമുക്ക് K എന്ന് പറയുന്നത് പ്രൊപ്പോർഷണൽ ടു ഗാമ ഡബ്ല്യു എന്ന് എഴുതാം. ബട്ട് K എന്ന് പറഞ്ഞാൽ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു മ്യൂ വിസ്കോസിറ്റി എന്ന് എഴുതാം. സോ നമുക്ക് ഇതിനെ രണ്ടിനെയും കൂടി കമ്പൈൻ ചെയ്ത് എങ്ങനെ എഴുതാം, K എന്ന് പറഞ്ഞ പ്രൊപ്പോർഷണൽ ടു ഗാമ ഡബ്ല്യു ഡിവൈഡഡ് ബൈ മ്യൂ. ഓക്കെ, നമ്മുടെ ടെമ്പറേച്ചർ കൂടുന്നതനുസരിച്ച് ടെമ്പറേച്ചർ കൂടി നിൽക്കുക, ടെമ്പറേച്ചർ കൂടി വിസ്കോസിറ്റി എന്ത് ചെയ്യും, മ്യൂവിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് കുറയും. മ്യൂവിൻ്റെ വാല്യൂ കുറഞ്ഞാൽ കറസ്പോണ്ടിങ് പെർമിയബിലിറ്റിയുടെ വാല്യൂ എന്ത് ചെയ്യും, കൂടും. സോ ടെമ്പറേച്ചർ കൂടുമ്പോൾ പെർമിയബിലിറ്റിയുടെ വാല്യൂ കൂടുമെന്ന് നമുക്ക് എഴുതിക്കൂടെ, എഴുതാം. ഇനി Kയുടെ വാല്യൂ നമ്മൾ പറഞ്ഞു, K എന്ന് പറയുന്നത് സാധാരണ നമ്മൾ അറ്റ് 27 ഡിഗ്രി സെൽഷ്യസ് ആണ് നമ്മൾ പെർമിയബിലിറ്റി റിപ്പോർട്ട് ചെയ്യുന്നത്. ഓക്കെ, നമ്മളിപ്പോൾ കണ്ടുപിടിച്ച K വാല്യൂ എന്ന് പറയുന്നത് 27 ഡിഗ്രി സെൽഷ്യസിലാണ്, വേറെ ഏതോ ഒരു ടെമ്പറേച്ചർ Tയിലാണ് ഞാൻ കണ്ടുപിടിച്ചെന്ന് നിൽക്കുക. അപ്പോൾ അതിന് അറ്റ് T ടെമ്പറേച്ചറിൽ നമ്മുടെ പെർമിയബിലിറ്റി വാല്യൂ KT ആണ്. ആൻഡ് കറസ്പോണ്ടിങ് നമ്മുടെ മ്യൂവിൻ്റെ വാല്യൂ വിസ്കോസിറ്റിയുടെ വാല്യൂ മ്യൂ T ആണ്. ആൻഡ് അതിൻ്റെ 27 ഡിഗ്രി സെൽഷ്യസിൽ മ്യൂവിൻ്റെ വാല്യൂ മ്യൂ 27 ആണ് എന്നുണ്ടെങ്കിൽ നമുക്ക് 27 ഡിഗ്രി സെൽഷ്യസിലെ പെർമിയബിലിറ്റി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് K27 = KT × മ്യൂ T ഡിവൈഡ് ബൈ മ്യൂ 27. ഓക്കെ, ഇവിടെ എന്താണ് ചെയ്തത്, നമ്മൾ സാധാരണ Kയുടെ വാല്യൂ നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്നത് 27 ഡിഗ്രി സെൽഷ്യസിലാണ്. അപ്പോൾ ഇവിടെയാണെങ്കിൽ ഞാനിപ്പോൾ 27 ഡിഗ്രി സെൽഷ്യസിലല്ല കണ്ടുപിടിച്ചത്, ഏതോ ഒരു ടെമ്പറേച്ചർ Tയിലാണ് കണ്ടുപിടിച്ചത്. അപ്പോൾ എനിക്ക് അന്നേരം പെർമിയബിലിറ്റിയുടെ വാല്യൂ KT എന്നാണ് കിട്ടിയത്. ഇനി അന്നേരം അവിടുത്തെ വിസ്കോസിറ്റി ഓഫ് വാട്ടർ എന്ന് പറഞ്ഞാൽ മ്യൂ T ആണ്. 27 ഡിഗ്രി സെൽഷ്യസിൽ വിസ്കോസിറ്റി ഓഫ് വാട്ടർ മ്യൂ 27 ആണ് എന്നുണ്ടെങ്കിൽ നമുക്ക് K27 ഡിഗ്രി സെൽഷ്യസിൽ നമുക്ക് K വാല്യൂ കണ്ടുപിടിക്കാം. ഓക്കെ, സാധാരണ നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്നത് 27 ഡിഗ്രി സെൽഷ്യസിലുള്ള വാല്യൂ ആണ്, അതുകൊണ്ടാണ് നമ്മൾ K27 കണ്ടുപിടിക്കുന്നത്. അപ്പോൾ അത് കണ്ടുപിടിക്കാനുള്ള ഒരു ഇക്വേഷനാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. ഓക്കെ, ദെൻ അടുത്ത് വരുന്നത് ഡിഗ്രി ഓഫ് സാച്ചുറേഷൻ. ഡിഗ്രി ഓഫ് സാച്ചുറേഷൻ എന്ന് പറഞ്ഞാൽ പെർമിയബിലിറ്റി ഈസ് റെഡ്യൂസ്ഡ് ഡ്യൂ ടു പ്രസൻസ് ഓഫ് എയർ വിച്ച് കോസസ് ബ്ലോക്കേജ് ഓഫ് പാസേജ്. അതായത് നമ്മൾ ഒരു സോയിൽ ഗ്രെയിനിൽ കൂടി പാസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെ കുറേ പാർട്ടിക്കിൾസ് ഉണ്ടാവും. ഈ പാർട്ടിക്കിൾസിനിടയിലുള്ള വോയിഡ് സ്പേസസിൽ കൂടിയാണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ ഫ്ലോ നടക്കുന്നത്. ഓക്കെ, ഈ ഒരു വോയിഡ് സ്പേസസിലൊക്കെ കൂടിയായിരിക്കും എന്ത് ചെയ്യുന്നത്, ഫ്ലോ നടക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഫ്ലോ നടക്കുന്ന സമയത്ത് ഈ വോയിഡ് സ്പേസസിൽ എയർ ഉണ്ടെന്ന് വയ്ക്കുക. ഓക്കെ, എയർ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഫ്ലോയെ എന്ത് ചെയ്യും, അത് പ്രിവെൻറ്റ് ചെയ്യും. ഇങ്ങനെ ഫ്ലോ വരുന്നതിനെ പ്രിവെൻറ്റ് ചെയ്ത് ബ്ലോക്കേജ് ഉണ്ടാക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ പെർമിയബിലിറ്റി ഓഫ് പാർഷ്യലി സാച്ചുറേറ്റഡ് സോയിൽ ഈസ് കൺസിഡറബിളി സ്മോളർ ദാൻ ദാറ്റ് ഓഫ് ഫുള്ളി സാച്ചുറേറ്റഡ് സോയിൽ എന്ന് പറയാം. ഓക്കെ, അപ്പോൾ എയറിൻ്റെ പ്രസൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, അവിടെ പെർമിയബിലിറ്റിയെ അത് ബ്ലോക്ക് ചെയ്യും. അപ്പോൾ നമ്മൾ കംപ്ലീറ്റ്ലി സാച്ചുറേറ്റഡ് ആയിട്ടുള്ള സോയിലാണെങ്കിൽ അവിടെ എയറിൻ്റെ പ്രസൻസ് ഉണ്ടോ, ഇല്ല. സോ ഇറ്റ് ഈസ് മോർ പെർമിയബിൾ. അതായത് ഫുള്ളി സാച്ചുറേറ്റഡ് സോയിൽ എന്ന് പറഞ്ഞാൽ മോർ പെർമിയബിൾ ആയിരിക്കും വെൻ കമ്പയർഡ് ടു പാർഷ്യലി സാച്ചുറേറ്റഡ് സോയിൽ. ഇനി അഡ്സോർബ്ഡ് വാട്ടർ. ദ ഫൈൻ ഗ്രെയിൻഡ് സോയിൽസ് ഹാവ് എ ലെയർ ഓഫ് അഡ്സോർബ്ഡ് വാട്ടർ സ്ട്രോങ്ലി അറ്റാച്ച്ഡ് ടു ദിയർ സർഫസ്. ഓക്കെ, ഫൈൻ ഗ്രെയിൻഡ് സോയിൽസ് ഉണ്ടെങ്കിൽ അതിൻ്റെ സർഫസിൽ എന്ത് ചെയ്യും, ഒരു ലെയർ ഓഫ് അഡ്സോർബ്ഡ് വാട്ടർ എന്ന് പറയുന്നത് സ്ട്രോങ്ലി അറ്റാച്ച് ചെയ്തിട്ടുണ്ടായിരിക്കും. ഓക്കെ, ഇറ്റ് കോസസ് ആൻ ഒബ്സ്ട്രക്ഷൻ ടു ഫ്ലോ ഓഫ് വാട്ടർ ഇൻ ദ പൂൾസ് ആൻഡ് ഹെൻസ് റെഡ്യൂസ് ദ പെർമിയബിലിറ്റി ഓഫ് സോയിൽ. അപ്പോൾ ഇങ്ങനെ അഡ്സോർബ്ഡ് വാട്ടർ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെയും പെർമിയബിലിറ്റി കുറയ്ക്കും. അടുത്തൊരു ഫാക്ടർ എന്ന് പറയുന്നത് ഇമ്പ്യൂരിറ്റീസ് ഇൻ വാട്ടർ ആണ്. ഓക്കെ, ഏതെങ്കിലും ഒരു ഫോറിൻ മാറ്റർ ഇൻ വാട്ടർ ഹാസ് എ ടെൻഡൻസി ടു പ്ലഗ് ദ ഫ്ലോ പാസേജ് ആൻഡ് റെഡ്യൂസ് ദ എഫക്റ്റീവ് വോയിഡ്സ് ആൻഡ് ഹെൻസ് ദ പെർമിയബിലിറ്റി ഓഫ് സോയിൽസ്. അപ്പോൾ ഇമ്പ്യൂരിറ്റീസ് പ്രസൻറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഈ വോയിഡ് സ്പേസിലേക്ക് കയറി ഇരുന്നിട്ട് ആ ഫ്ലോയെ പ്രിവെൻറ്റ് ചെയ്യും. ഓക്കെ, ഇതെന്ത് ചെയ്യും, അതിൻ്റെ എഫക്റ്റീവ് വോയിഡ്സിൻ്റെ ആ ഒരു ഏരിയ എന്ന് പറയുന്നത് കുറയ്ക്കും. അങ്ങനെ പെർമിയബിലിറ്റി എന്ത് ചെയ്യും, കുറയും. അപ്പോൾ ഇതാണ് ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് പെർമിയബിലിറ്റി ഇൻ സോയിൽസ്. അപ്പോൾ നമുക്കൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ, ദ വിസ്കോസിറ്റി ആൻഡ് യൂണിറ്റ് വെയ്റ്റ് ഓഫ് എ പെർക്കുലേറ്റിംഗ് fluid are reduced to 65% and 95% respectively due to rise in temperature. Okay, റൈസ് ഇൻ ടെമ്പറേച്ചർ കാരണം അതിൻ്റെ വിസ്കോസിറ്റി എന്ന് പറയുന്നത്
കുറഞ്ഞിട്ടുണ്ട്. എത്രയാണ്? 65%, 95% വിസ്കോസിറ്റിയും യൂണിറ്റ് വെയിറ്റും കുറഞ്ഞു. ഇഫ് അതർ തിങ്സ് റിമെയിൻസ് കോൺസ്റ്റന്റ് കോഎഫിഷ്യന്റ് ഓഫ് പെർമിയബിലിറ്റി വിൽ ബി. മറ്റ് എല്ലാ കാര്യങ്ങളും അവിടെ കോൺസ്റ്റന്റ് ആണ്. അങ്ങനെ കോഎഫിഷ്യന്റ് ഓഫ് പെർമിയബിലിറ്റിയിൽ എന്ത് ചേഞ്ച് ആണ് വരുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, എന്ത് ചേഞ്ച് ആയിരിക്കും വരുന്നത്? അതായത് എന്താണ് ഇവിടെ എന്താ പറഞ്ഞിരുന്നത്? ടെമ്പറേച്ചർ റൈസ് ആവുന്നതിൻ്റെ ഫലമായിട്ട് വിസ്കോസിറ്റി എത്രയായി? വിസ്കോസിറ്റി എന്ന് പറയുന്നത് 65% ഓഫ് ഇനിഷ്യൽ വാല്യൂ ആയി. ഓക്കെ, ഇനിഷ്യൽ വാല്യൂവിൻ്റെ 65% ആയി. ഓക്കെ, μ2 ആൻഡ് μ2 എന്ന് പറയുന്നത് യൂണിറ്റ് വെയിറ്റ് എന്ന് പറയുന്നത് 95% ഓഫ് ഇനിഷ്യൽ വാല്യൂ ആയി. ഓക്കെ, ദെൻ ഞാൻ എടുക്കുവാണെങ്കിൽ ഇവിടുത്തെ μ2ൻ്റെ ഇനിഷ്യൽ വാല്യൂ, അതായത് ഇവിടുത്തെ വിസ്കോസിറ്റിയുടെ ഇനിഷ്യൽ വാല്യൂ μ1 ആണ്, യൂണിറ്റ് വെയിറ്റിൻ്റെ ഇനിഷ്യൽ വാല്യൂ μ1 ആണെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് എഴുതാം. നമ്മുടെ ഇക്വേഷൻ എന്തായിരുന്നു? കെയും മ്യൂവും ന്യൂവും തമ്മിലുള്ള റിലേഷൻ എന്തായിരുന്നു? കെ എന്ന് പറയുന്നത് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു ന്യൂ ഡിവൈഡഡ് ബൈ മ്യൂ ആയിരുന്നു അല്ലേ? ഞാൻ ഇതിനെ പ്രൊപ്പോർഷണാലിറ്റി മാറ്റി K1/K2 ഈസ് ഈക്വൽ ടു μ1 ഡിവൈഡഡ് ബൈ μ1 ഇൻറ്റു μ2 ഇൻറ്റു μ2 ഇങ്ങനെ എഴുതാമല്ലോ. ഇത് ശരിക്കും ആക്ച്വലി μ2 ഡിവൈഡഡ് ബൈ μ2 താഴെയാണ് വരുന്നത്. μ2 അപ്പം എന്തെയും മുകളിലോട്ട് കയറും. ഓക്കെ, അപ്പം ഞാൻ വീണ്ടും എഴുതുവാണ്. K1/K2 എന്ന് പറയുന്നത് ഈക്വൽ ടു μ1 ഇൻറ്റു μ2 എത്രയാണ്? 65% ഓഫ് μ1, ദാറ്റ് ഈസ് 0.65 ഇൻറ്റു μ1 ഡിവൈഡഡ് ബൈ μ1 ഇൻറ്റു μ2 എന്ന് പറയുന്നത് 95%, അതായത് ദാറ്റ് ഈസ് 0.95 ഇൻറ്റു ഇനിഷ്യൽ വാല്യൂ എന്ന് പറയുന്നത് μ1. സോ ഇതിൽ നിന്ന് μ1ഉം ക്യാൻസലായി, μ1ഉം ക്യാൻസലായി. സോ നമുക്ക് എന്ത് എഴുതാം? K1 ഡിവൈഡഡ് ബൈ K2 എന്ന് പറയുന്നത് ഈക്വൽ ടു 65 ഡിവൈഡഡ് ബൈ 95 എന്ന് വരും. ദാറ്റ് ഈസ് 0.684. ഓക്കെ, 0.684. അപ്പോൾ ഇതിൽ നിന്നും K2 ഈസ് ഈക്വൽ ടു K1 ഡിവൈഡഡ് ബൈ 0.684, ദാറ്റ് ഈസ് 1.46 K1. 1.46 K1 എന്ന് അതിൻ്റെ മീനിങ് എന്താണ്? ഒരു 46% K1ൻ്റെ 45% ഇൻക്രീസ് ആയിട്ടുണ്ട്. എന്തിൻ്റെ വാല്യൂ? K2ൻ്റെ വാല്യൂ. അങ്ങനെയല്ലേ മീനിങ്? 1.46 K1 എന്ന് എഴുതിയിരുന്നാൽ K1ൻ്റെ 46%, 0.46 ടൈംസ്, ദാറ്റ് ഈസ് 46% വാല്യൂ കൂടുതലാണ് K2ന്. K1നെക്കാളും 46% വാല്യൂ കൂടുതലാണ് ഏതിനുള്ളത്? K2ൻ്റെ വാല്യൂ എന്ന് പറയുന്നത്. സോ ഇവിടെ അതിൻ്റെ ഓപ്ഷൻ ഉണ്ടോ? ഇല്ല. നൺ ഓഫ് ദീസ് ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ദാറ്റ് ഈസ് ഇൻക്രീസ്ഡ് ബൈ 26. അതർ തിങ്സ് റിമൈൻസ്. കോഎഫിഷ്യന്റ് ഓഫ് പെർമിയബിലിറ്റി വിൽ ബി ഇൻക്രീസ്ഡ് ബൈ 26% അല്ല, ഇറ്റ് വിൽ ബി ഇൻക്രീസ്ഡ് ബൈ 46% എന്ന് നമുക്ക് എഴുതാം. ഓക്കെ, 46% എന്ന് ഓപ്ഷനിൽ ഉണ്ടായിരുന്നെങ്കിൽ നമുക്കത് എടുക്കാമായിരുന്നു. ഓക്കെ, ദെൻ അടുത്തൊരു ക്വസ്റ്റ്യൻ. ഡ്യൂ ടു റൈസ് ഇൻ ടെമ്പറേച്ചർ എന്താണ്? വിസ്കോസിറ്റി ആൻഡ് യൂണിറ്റ് വെയിറ്റ് ഓഫ് പെർക്കുലേറ്റിംഗ് ഫ്ലൂയിഡ് ആർ റെഡ്യൂസ്ഡ് ടു 70% ആൻഡ് 90% റെസ്പെക്റ്റീവ്. നമ്മളിപ്പം പറഞ്ഞ അതേപോലത്തെ ഒരു പ്രോബ്ലം. അതർ തിങ് ബീങ് കോൺസ്റ്റന്റ്, ദ ചേഞ്ച് ഇൻ കോഎഫിഷ്യന്റ് ഓഫ് പെർമിയബിലിറ്റി വിൽ ബി. അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം? K എന്ന് പറയുന്നത് എങ്ങനെയാണ്? K എന്ന് പറയുന്നത് പ്രപ്പോർഷണൽ ടു ന്യൂ ഡിവൈഡഡ് ബൈ മ്യൂ ആണ്. സോ ഞാൻ എഴുതി K1/K2 എന്ന് പറയുന്നത് ഈക്വൽ ടു μ1/μ1 ഡിവൈഡഡ് ബൈ μ2 ഡിവൈഡഡ് ബൈ μ2. ഓക്കെ, അപ്പോൾ ഇതിൽ നിന്ന് ഞാൻ എന്ത് ചെയ്തി? K1/K2 ഈസ് ഈക്വൽ ടു μ1 ഇൻറ്റു μ2 എന്ന് പറയുന്നത് വിസ്കോസിറ്റി എന്ന് പറഞ്ഞാൽ 70% ആയി ഇനിഷ്യൽ വാല്യൂ. സോ 0.7 ടൈംസ് μ1 ഡിവൈഡഡ് ബൈ μ1 ഇൻറ്റു μ2 എന്ന് പറഞ്ഞാൽ 90% ഓഫ് ഇനിഷ്യൽ വാല്യൂ. സോ 0.9 ഇൻറ്റു μ1. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് ചെയ്താം? K1/K2 എന്ന് പറയുന്നത് ഈക്വൽ ടു 7 ഡിവൈഡഡ് ബൈ 9 എന്ന് എഴുതാം. സോ K2 എന്ന് പറയുന്നത് എന്ത് വരും ഇവിടെ നിന്ന്? K2 എന്ന് പറയുന്നത് ഈക്വൽ ടു 9/7 ടൈംസ് K1, ദാറ്റ് ഈസ് 1.2857 K1. ഇവിടെ എന്തോ ചോദിക്കുന്നത്? അതർ തിങ്സ് ബീങ് കോൺസ്റ്റന്റ്, ദ ചേഞ്ച് ഇൻ കോഎഫിഷ്യന്റ് ഓഫ് പെർമിയബിലിറ്റി ആണ് ചോദിക്കുന്നത്. എന്തുമാത്രം ചേഞ്ച് അവിടെ വരുന്നുണ്ട്? അപ്പോൾ ചേഞ്ച് ഇൻ കോഎഫിഷ്യന്റ് ഓഫ് പെർമിയബിലിറ്റി എത്രയാണ്? ഇറ്റ് ഈസ് നമ്മൾ
ചേഞ്ച് എന്ന് പറയുന്നത് ഡെൽറ്റ കെ എന്ന് പറയുന്നത് ഈക്വൽ ടു K2 മൈനസ് K1 ചെയ്യുക. ദാറ്റ് ഈസ് K2 എന്ന് പറയുന്നത് 1.2857 K1 ആണ്. മൈനസ് K1 ചെയ്യുമ്പോഴത്തേക്കും 0.2857 K1 എന്ന് വരും. ദാറ്റ് ഈസ് നമ്മൾ പെർസെൻറ്റേജിലോട്ട് മാറ്റുവാണെങ്കിൽ 28.6% K1 ആയിരുന്നു. അപ്പോൾ ചേഞ്ച് ഇൻ കോഎഫിഷ്യൻ്റ് ഓഫ് പെർമിയബിലിറ്റി എത്രയാണ്? ഇറ്റ് ഈസ് 28% ഓഫ് K1 വാല്യൂ ആണ് വരുന്നത്. സോ ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. ഓക്കെ, അതർ തിങ്സ് ബീൻ ചേഞ്ച് ഇൻ കോഎഫിഷ്യൻ്റ് ഓഫ് പെർമിയബിലിറ്റി ആണ് ചോദിച്ചത്. ചേഞ്ച് എത്രയാണ്? 28.6% ആണ് അവിടെ വരുന്ന ചേഞ്ച് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ളത് കോഎഫിഷ്യൻ്റ് ഓഫ് അബ്സല്യൂട്ട് പെർമിയബിലിറ്റി. എന്താണ് കോഎഫിഷ്യൻ്റ് ഓഫ് അബ്സല്യൂട്ട് പെർമിയബിലിറ്റിയെ പറ്റിയാണ് അടുത്ത് നോക്കാനുള്ളത്. അപ്പോൾ കോഎഫിഷ്യൻ്റ് ഓഫ് അബ്സല്യൂട്ട് പെർമിയബിലിറ്റി എന്ന് പറഞ്ഞാൽ അതായത് ഇതിനെ വിളിക്കുന്ന മറ്റൊരു പേരുണ്ട്. ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് ഇൻട്രിൻസിക് പെർമിയബിലിറ്റി എന്ന് വിളിക്കും. എന്ത് വിളിക്കും? ഇൻട്രിൻസിക് പെർമിയബിലിറ്റി എന്ന് വിളിക്കും. ഈ കോഎഫിഷ്യൻ്റ് ഓഫ് അബ്സല്യൂട്ട് പെർമിയബിലിറ്റി നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് ക്യാപിറ്റൽ ലെറ്റർ കെ കൊണ്ടാണ്. ആൻഡ് ഇറ്റ് ഈസ് ഈക്വൽ ടു സ്മോൾ ലെറ്റർ കെ, അതായത് കോഎഫിഷ്യൻ്റ് ഓഫ് പെർമിയബിലിറ്റി ഇൻറ്റു മ്യൂ ഡിവൈഡഡ് ബൈ ന്യൂ ഡബ്ല്യു. ഓക്കെ, ഇതിനെയാണ് നമ്മൾ കോഎഫിഷ്യൻ്റ് അബ്സല്യൂട്ട് പെർമിയബിലിറ്റി എന്ന് പറയുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ ഇതെന്ന് പറയുന്നത് നമുക്ക് എവിടെ നിന്ന് കിട്ടിയതാ? ഈ ഒരു റിലേഷൻ നമുക്ക് എവിടെ നിന്ന് കിട്ടിയതാ? നമ്മുടെ സ്മോൾ ലെറ്റർ കെ കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ എന്താണ്? കെ ഈസ് ഈക്വൽ ടു സി ഇൻറ്റു മ്യൂ ഡിവൈഡഡ് ബൈ നേരത്തെ പറഞ്ഞ ഇക്വേഷൻ കെ ഈസ് ഈക്വൽ ടു സി ഇൻറ്റു ന്യൂ ഡിവൈഡഡ് ബൈ മ്യൂ ഇൻറ്റു ഇ ക്യൂബ് ഡിവൈഡഡ് ബൈ 1 + e ഇൻറ്റു ഡി സ്ക്വയർ ആണല്ലോ. അതിൽ ഞാൻ കെ ഇൻറ്റു ഈ ഒരു പോർഷനെ ഞാൻ ഇപ്പുറത്തേക്ക് ഈക്വൽ ടു ഇപ്പുറത്തേക്ക് കൊണ്ട്, അപ്പോൾ എന്ത് വരും? മ്യൂ ഡിവൈഡഡ് ബൈ ന്യൂ ഡബ്ല്യു എന്ന് വന്നു. ഓക്കെ, അപ്പോൾ കെ ഇൻറ്റു മ്യൂ ഡിവൈഡഡ് ബൈ ന്യൂ ഡബ്ല്യുവിനെയാണ് വിളിക്കുന്ന പേരാണ് കോഎഫിഷ്യൻ്റ് ഓഫ് അബ്സല്യൂട്ട് പെർമിയബിലിറ്റി അല്ലെങ്കിൽ ഇൻട്രിൻസിക് പെർമിയബിലിറ്റി എന്ന് വിളിക്കുക. അപ്പോൾ ഇതിനെ ഇപ്പുറത്തേക്ക് കൊണ്ടുവന്നാൽ ബാക്കി ഇവിടെ എന്താ ഉള്ളത്? സി ഇൻറ്റു ഇ ക്യൂബ് ഡിവൈഡഡ് ബൈ 1 + e ഇൻറ്റു ഡി സ്ക്വയർ ആണ് ഉള്ളത് ആണല്ലോ. സോ ഇത് എന്തിന് ഈക്വലാണ്? കെക്ക് ഈക്വലാണ്. ആൻഡ് നമുക്ക് ഇവിടെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ പഠിക്കാനുള്ളത് കെ ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് പ്രോപ്പർട്ടീസ് ഓഫ് വാട്ടർ. വാട്ടറിൻ്റെ പ്രോപ്പർട്ടി എന്തോ ആയിക്കോട്ടെ അതിൻ്റെ പ്രോപ്പർട്ടിയിൽ നിന്ന് ഇൻഡിപെൻഡൻ്റ് ആണ്. നിങ്ങൾ ചിലപ്പോൾ ഈ ന്യൂ ഒക്കെ കാണുന്നതുകൊണ്ട് ചിലപ്പോൾ അതിൻ്റെ പ്രോപ്പർട്ടി ഡിപ്പെൻഡ് ചെയ്യുന്നു നിങ്ങൾക്കൊരു സംശയം തോന്നും. ബട്ട് അങ്ങനെയല്ല. എന്താണ്? വാട്ടറിൻ്റെ ഈ ഒരു ഇക്വേഷൻ കൺസിഡർ ചെയ്താൽ മതി. ഓക്കെ, ഈ ഒരു ഇക്വേഷൻ പ്രകാരം എന്താണ്? ഇൻഡിപെൻഡൻറ്റ് ഓഫ് പ്രോപ്പർട്ടീസ് ഓഫ് വാട്ടർ ആണ്. ഓക്കെ, ഇവിടെ കൺസിഡർ ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഫോർ എ ഗിവൺ വാട്ടർ അതിൻ്റെ പ്രോപ്പർട്ടീസ് സെയിം ആയിരിക്കത്തില്ലേ? ആണ്. സോ ഇറ്റ് ഈസ് എ കോൺസ്റ്റൻറ്റ് വാല്യൂ. അപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ പ്രോപ്പർട്ടീസ് ഓഫ് വാട്ടർ റിലേറ്റഡ് ഒരു ടേം പോലും ഇല്ല. സോ നമുക്ക് പറയാം കെ ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് പ്രോപ്പർട്ടീസ് ഓഫ് വാട്ടർ. ഇനി ഇതിൻ്റെ ഡയമെൻഷൻ വരുന്നത് ഡയമെൻഷൻ ഓഫ് ക്യാപിറ്റൽ ലെറ്റർ കെ എന്ന് പറയുന്നത് ഈസ് ഡയമെൻഷൻ ഓഫ് എൽ സ്ക്വയർ അല്ലെങ്കിൽ ഏരിയ. ഇറ്റ് ഹാസ് ദ ഡയമെൻഷൻ ഓഫ് ഏരിയയുടെ ഡയമെൻഷനാണ് ഉള്ളത്. സോ നമുക്കിതിൻ്റെ യൂണിറ്റ് വരുന്നത് mm², cm², അല്ലെങ്കിൽ m², അല്ലെങ്കിൽ ഡാർസി എന്നൊക്കെയാണ് നമുക്ക് എന്ത് വരുന്നത് ഇതിൻ്റെ യൂണിറ്റ്സ് വരുന്നത്. അപ്പോൾ കോഎഫിഷ്യൻ്റ് ഓഫ് അബ്സല്യൂട്ട് പെർമിയബിലിറ്റി അല്ലെങ്കിൽ ഇൻട്രിൻസിക് പെർമിയബിലിറ്റി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഒരു ടേമിൽ കെ ഡിവൈഡഡ് ബൈ ന്യൂ ബൈ മ്യൂ, ദാറ്റ് ഈസ് കെ ഇൻറ്റു മ്യൂ ബൈ ന്യൂ ഡബ്ല്യു. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? കോഎഫിഷ്യൻ്റ് ഓഫ് അബ്സല്യൂട്ട് പെർമിയബിലിറ്റി എന്ന് വിളിക്കുന്നത്. ബാക്കി ഇവിടെ എന്തൊക്കെ ഉണ്ട്? സി ഇൻറ്റു ഇ ക്യൂബ് ഡിവൈഡ് ബൈ 1 + e ഇൻറ്റു ഡി സ്ക്വയർ ഉണ്ട്. ഓക്കെ, ഇനി കെയുടെ ഡയമെൻഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഈക്വൽ ടു ദ ഡയമെൻഷൻ ഓഫ് ഏരിയ. സോ നമുക്ക് അതിൻ്റെ യൂണിറ്റ് വരുന്നത് mm², cm² എന്നൊക്കെയാണ് അതിൻ്റെ യൂണിറ്റ് വരുന്നത്. ഓക്കെ, ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് സോയിൽസ്. ഓക്കെ, കെയുടെ വാല്യൂ എന്തിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും? സോയിലിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഓക്കെ, ഇറ്റ് ഹാസ് എ ഡയമെൻഷൻ ഓഫ് ഏരിയ. ഇനി പമ്പിങ് ഔട്ട് ടെസ്റ്റ് എന്താണെന്ന് നോക്കാം. പമ്പിങ് ഔട്ട് ടെസ്റ്റ് ഇതൊക്കെ എന്താണ്? ഫീൽഡ് മെത്തേഡാണ് പമ്പിങ് ഔട്ട് ടെസ്റ്റും പമ്പിങ് ഇൻ ടെസ്റ്റും. അപ്പോൾ പമ്പിങ് ഔട്ട് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഹോമോജീനസും കോഴ്സ് ഗ്രൈൻഡ് ഡെപ്പോസിറ്റ്സിനുമാണ് ഇത് കൂടുതൽ യൂസ്ഫുൾ ആയിട്ട് വരുന്നത്. കാരണം അവിടെ നമുക്ക് അൺഡിസ്ട്രിബ്യൂട്ടഡ് സാമ്പിൾസ് ഒക്കെ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ബട്ട് ഇറ്റ് ഈസ് എ കോസ്റ്റ്ലി പ്രോസസ് ജസ്റ്റിഫൈഡ് ഓൺലി ഫോർ ലാർജ് പ്രോജക്ട്സ്. ഓക്കെ, കോസ്റ്റ്ലി ആയതുകൊണ്ട് തന്നെ നമ്മൾ ലാർജ് പ്രോജക്ട്സിന് മാത്രമേ പമ്പിങ് ഔട്ട് ടെസ്റ്റ് നടത്തത്തുള്ളൂ. ആൻഡ് നമ്മൾ തുടക്കത്തിൽ പഠിച്ചായിരുന്നു ഈ പമ്പിങ് ഔട്ട് ടെസ്റ്റ് എന്ന് പറയുന്നത് എന്തെങ്കിലും ലാർജ് ഏരിയ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ ഈ ഒരു പമ്പിങ് ഔട്ട് ടെസ്റ്റ് ഈ ഒരു വലിയ പ്ലോട്ടിൽ ഈ ഒരു ഭാഗത്താണ് ഞാൻ എൻ്റെ പമ്പിങ് ഔട്ട് ടെസ്റ്റ് നടത്തുന്നതെങ്കിലും അവിടെ നിന്ന് കിട്ടുന്ന കെ വാല്യൂ എന്ന് പറയുന്നത് ഈ ഒരു ഹോൾ ഏരിയയുടെ കെ വാല്യൂവിന് ഈക്വലൻ്റ് ആയിരിക്കും. ഓക്കെ, ഇനി പമ്പിങ് ഇൻ ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ കെ ഓഫ് ആൻ ഇൻഡിവിജ്വൽ സ്ട്രാറ്റം ത്രൂ വിച്ച് ഹോൾ ഇസ്. അതായത് ഞാനിപ്പോൾ ഈ ഒരു വലിയ പ്ലോട്ടിൽ ഇവിടെ ഒരു ചെറിയൊരു ഹോൾ ഉണ്ടാക്കിയിട്ട് അവിടെയാണ് ഞാൻ ഈ പമ്പിങ് ഇൻ ടെസ്റ്റ് നടത്തുന്നതെങ്കിൽ എനിക്ക് അവിടെ കിട്ടുന്ന കെ വാല്യൂ എന്ന് പറയുന്നത് ആ ഹോളിന് കുറച്ച് ഭാഗം ചുറ്റുമുള്ള അത്രയും ഏരിയയ്ക്ക് മാത്രം ഇക്വാലൻ്റ് ആയിരിക്കും. ഓക്കെ, കണ്ടക്റ്റഡ് ടു ഡിറ്റർമിൻ
കെ, അതായത് കോഎഫിഷ്യൻ്റ് ഓഫ് പെർമിയബിലിറ്റി ഓഫ് ആൻ ഇൻഡിവിജ്വൽ സ്ട്രാറ്റം ത്രൂ വിച്ച് ഹോൾ ഈസ് ഡ്രിൽഡ്. ഇനി മോർ എക്കണോമിക്കൽ ദാൻ പമ്പിങ് ഔട്ട് ടെസ്റ്റ്. പമ്പിങ് ഔട്ട് ടെസ്റ്റിനെ വെച്ച് നോക്കുമ്പോൾ ഇതെന്താണ്, കൂടുതൽ എക്കണോമിക്കലാണ്. ഓക്കെ, ബാക്കി നമുക്ക് നെക്സ്റ്റ് വീഡിയോ നോക്കാം. താങ്ക് യു.